എന്തിനാണ് തിരുവനന്തപുരത്തെ ആളുകൾ എല്ലാ മഴക്കാലത്തും മഴ വരുന്നതിന് മുൻപ്, മഴക്കാലം തുടങ്ങിയിട്ടില്ല, അതിനു മുൻപ് തന്നെ ഇങ്ങനെ ഗതികെട്ട് ജീവിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ അനുവദിക്കപ്പെട്ട നമ്മുടെ ഇതുകൊണ്ടാണ് സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയിൽ, ഇതേ ചാനലിൽ തന്നെ നമ്മുടെ മേയറുടെ ഞാൻ ചോദിച്ചത് ഇത് എന്ന് പൂർത്തിയാകും, അത് എന്നാണ് പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കും സ്മാർട്ട് സിറ്റിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അവർ പറഞ്ഞത്, മേയർ പറഞ്ഞത് ഒരു കാര്യം, മാർച്ച് 31-നകത്ത് ഞാൻ പൂർണ്ണമായും ഇത് പൂർത്തിയാക്കും എന്നുള്ളതാണ് അന്ന് ആ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ എന്നോട് തന്നെ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചിരുന്നു, അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, അന്ന് കണ്ടവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അന്ന് ഞാൻ ചോദിച്ചു, ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട്, ആറ്റുകാൽ പൊങ്കാല നിങ്ങൾക്കറിയാമല്ലോ, തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ്. ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട റോഡുകളെങ്കിലും ഒന്ന് പ്രവൃത്തി പൂർത്തീകരിക്കുവാൻ സാധിക്കുമോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. പക്ഷേ അന്ന് അത് പരമാവധി ശ്രമിക്കാം എന്ന് പറഞ്ഞതല്ലാതെ അതിന് ആ പ്രവൃത്തിയെ സംബന്ധിച്ചിടത്തോളം അന്ന് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയില്ല എന്നുള്ള വസ്തുത നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ പ്രധാനമായും നമ്മുടെ മുന്നിലുള്ള മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത്, തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുറക്കാൻ പോകുകയാണ് ഈ ജൂൺ മാസത്തിൽ. തുറക്കുന്ന സമയത്ത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ പ്രധാനമായും പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു റോഡാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം. കോട്ടൺ ഹിയിലേക്ക് വരുന്ന കുട്ടികളായിരുന്നാലും ശരി തന്നെ, സെന്റ് ജോസഫിലേക്ക് വരുന്ന കുട്ടികളായിരുന്നാലും ശരി തന്നെ, ഈ കുട്ടികളൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നടന്നു പോലും പോകാൻ പറ്റാത്ത സാഹചര്യം സംജാതമായിരിക്കുകയാണ്. വാഹനങ്ങളിലാണ് നമുക്കിത് തിരുവനന്തപുരത്ത് ഒരു പ്രയാസം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല, ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഇന്നലെ നിർത്താതെ കുറച്ച് മണിക്കൂറുകൾ പെയ്ത മഴയിലാണ് തിരുവനന്തപുരം ഇങ്ങനെ വെള്ളത്തിലായിട്ടുള്ളത്. താങ്കൾ പ്രതിപക്ഷ കൗൺസിലറാണ്. ഈ വിഷയം ജനസമക്ഷം, അല്ലെങ്കിൽ ഇത് വലിയൊരു കാര്യമായി ഉന്നയിക്കേണ്ടത്, ഒരു പ്രതിഷേധമാക്കേണ്ടത് താങ്കളാണ്. എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുവാനാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നും തീരുമാനമെടുത്തിട്ടുള്ളത്. കാരണം ഈ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട്, സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ ഈ പ്രവർത്തികൾ, അതായത് മാർച്ച് 31-ാം തീയതി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മെയ് മാസം 31-ാം തീയതി കഴിഞ്ഞു, മെയ് മാസം 31-ാം തീയതി എത്താൻ പോകുന്നു. ഇത്രയും ദിവസമായിട്ടും ഇതിന്റെ പ്രവർത്തികൾ നിങ്ങൾക്കറിയാം. ഈ സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്ന സ്മാർട്ട് സിറ്റി റോഡുകളുമായി ബന്ധപ്പെട്ടുള്ള കുഴികളാണ്. കാരണം അതിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുവാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ്. കാരണം ഒരു ബങ്ക് കട പോലും ടെൻഡർ എടുക്കുവാൻ കഴിവില്ലാത്ത ആൾക്കാരെ കൊണ്ട് ടെൻഡർ എടുപ്പിക്കുകയും കഴിഞ്ഞ 5 വർഷക്കാലം നിങ്ങൾ നോക്കണേ, കഴിഞ്ഞ 2017 സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവൃത്തിയുമായി ടെൻഡർ ഇതാണ്. കഴിഞ്ഞ 5 വർഷമായിട്ടും ഈ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് അതിന്റെ കരാറുകാരുകളുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും പൂർത്തീകരിക്കുവാൻ സാധിക്കാത്തതാണ് ഏറ്റവും അവസാനത്തെ തീയതി എന്നാണ് മേയർ പറഞ്ഞത്. ഈ കരാർ കൊടുത്ത ആളുകളുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവില്ലേ? അവർക്ക് പണം കൊടുക്കുന്നതല്ലേ കോർപ്പറേഷൻ. ഇവർ പണി തീർത്തിട്ടില്ലെങ്കിൽ പണം കൊടുക്കാതിരിക്കും. എന്താണ് അവരുടെ പ്ലാൻ? എന്താണ് കോർപ്പറേഷന്റെ? ശരിക്കും പറഞ്ഞാൽ ഈ വിവിധ വകുപ്പുകളുടെ ഏകോപനം ഇല്ലാത്തത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വസ്തുനിഷ്ഠയാണ്. കാരണം നമ്മുടെ ഡ്രെയിനേജ് സംവിധാനം, തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, ഡ്രെയിനേജ് സംവിധാനം ഏകദേശം 33 വാർഡുകളിലുള്ള ഒരു തലസ്ഥാന നഗരമാണ്. ആ ഡ്രെയിനേജ് സംവിധാനം, അതുപോലെ തന്നെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് കുടിവെള്ള പൈപ്പുകളുടെ നിർമ്മാണം, അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ നമ്മുടെ അമൃതുമായി ബന്ധപ്പെട്ട് പൈപ്പ് ലൈനുകൾ പുതിയതായിട്ട് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ നമ്മുടെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പലതരത്തിലുമുള്ള ഇലക്ട്രിസിറ്റിയുടെ കേബിളുകളെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ടെലഫോണുകളുടെ കേബിളുകളെ സംബന്ധിച്ചിടത്തോളം ഈ തലത്തിലുള്ള വകുപ്പ് തലങ്ങളിലൂടെ ഒരു ഏകോപനമില്ല. ഇവർ JCB കൊണ്ടുവയ്ക്കുന്ന സമയത്ത് ഒന്നിൽ ഇലക്ട്രിസിറ്റിയുടെ കേബിളിലായിരിക്കും 11 kV വയറിലേക്കായിരിക്കും അവര് കേബിളിലായിരിക്കും ചെന്ന് പിടിക്കുന്നത്. അതുപോലെ തന്നെ കുടിവെള്ള കണക്ഷൻ അത്ര ഇത് എവിടെയൊക്കെയാണ് കുടിവെള്ള കണക്ഷൻ പോയിട്ടുണ്ടെന്നും, എവിടെയൊക്കെയാണ് ഡ്രെയിനേജിന്റെ കണക്ഷൻ ഉണ്ടെന്നും, എവിടെയൊക്കെയാണ് ഇലക്ട്രിസിറ്റിയുടെ നമ്മുടെ കേബിളുകൾ പോകുന്നു എന്നുള്ള ഒരു നിശ്ചിത ദാർഢ്യം ഈ കോൺട്രാക്ടർമാർക്ക് തീർച്ചയായിട്ടും അവർക്ക് റോഡ് പണി ചെയ്യുക മാത്രമാണ് അവരുടെ പണി. പക്ഷേ ഇത്തരത്തിലുള്ള ഈ റോഡുകൾ പണി ചെയ്യുന്ന സമയത്ത് പണി ചെയ്യുന്ന ഇത്തരം വകുപ്പുകളുടെ ഒരു ഏകോപനം സ്വരൂപിച്ചു കൊടുക്കേണ്ട ഒരു പൂർണ്ണമായ ഉത്തരവാദിത്വം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് നമ്മുടെ ഭരണപക്ഷത്തിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 45 വർഷക്കാലം ഭരിക്കുന്ന നമ്മുടെ മേയർക്കും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുമുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ച വകുപ്പുകളുടെ ഏകോപനം ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ആദ്യത്തെ വീഴ്ച എന്ന് പറയുന്നത്.